മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിൻ്റെ അകത്തുള്ള 8 ഡെവലപ്മെന്റ് ഗോൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതാണ് സ്ക്രീനിൽ കണ്ടത്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് it were the 8 international development goals for the year 2015 that had been established the following Millennium Summit of the United Nations in 2000 in New York. അതായത് 2000 ന്യൂയോർക്കിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള മില്ലേനിയം സബ്മിറ്റിന്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത 8 ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് പഠിക്കാനുള്ളത്. അതായത് 2015 നമ്മൾ നേടിയെടുക്കേണ്ട ഗോൾസിനെ പറ്റിയിട്ടാണ്. 2000 സ്റ്റാർട്ട് ചെയ്ത് 2015 വരെയുള്ള മില്ലേനിയം ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ്. മില്ലേനിയം ഡെവലപ്മെന്റിന്റെ അകത്ത് നമ്മൾ നേടിയെടുക്കേണ്ട ഗോൾസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് അതിനകത്ത് 8 ഗോൾസ് വിത്ത് 21 മെഷറബിൾ ടാർഗറ്റ്സ് ആൻഡ് clear deadline for the improving the life of the world poorest people. അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാരിന്റെ ലൈഫ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനുള്ള 8 ഗോൾസ് ആണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിൽ പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ ടു മീറ്റ് ദീസ് ഗോൾസ് ആർ ഇറാഡിക്കേറ്റ് പോവർട്ടി. Heads of 189 countries signed historic Millennium Declaration. ആ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് മില്ലേനിയം ഡിക്ലറേഷൻ ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാൻ വരുന്നത്. സോ 189 കൺട്രീസ് ആണ് ഇതിനകത്ത് സൈൻ ചെയ്തത്. ചിലതിൽ അത് 191 കൺട്രീസ് എന്നും പറയുന്നത്. സോ ഇതിൽ നമ്മൾ എടുക്കുന്നത് 189 കൺട്രീസ് എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനകത്ത് 8 ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മില്ലേനിയം ഗോൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നാണ് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ റെഡ്യൂസ് ബൈ ദി ഹാഫ് ദി പ്രപ്പോർഷൻസ് ഓഫ് ദി പീപ്പിൾ ലിവിങ് ഓൺ എ ലെസ് ദാൻ $1 എ ഡേ. അതായത് ഒരു ദിവസം $1 കൊണ്ട് തള്ളി നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം ഈ 2015 ആകുമ്പോഴത്തേക്കും നേരെ പകുതിയാക്കണം. അതായത് ഇപ്പം 1000 ആള 2000 ഒരു ദിവസം $1 കൊണ്ട് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അത് 2015 ആകുമ്പോഴത്തേക്ക് എന്താക്കണം? അത് 500 ആക്കണം. അതാണ് ഈ ഒരു ഗോൾസിന് കുറക്കാൻ പറ്റണം. അതാണ് ഈ ഒരു ഗോൾസിന്റെ ഗോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അച്ചീവ് എ ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ആൻഡ് ഡീസന്റ് വർക്ക് ഫോർ ഓൾ ഇൻക്ലൂഡിങ് വുമൺ ആൻഡ് യങ് പീപ്പിൾ. അതായത് എല്ലാവർക്കും തൊഴിൽ അവസരം ഉണ്ടാക്കണം. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് reduced by the half the proportion of a pupil who suffering from hunger. അതായത് പട്ടിണി കിടക്കുന്നവരെ എണ്ണം കുറക്കണം. ഇന്ത്യയിൽ ഇന്നൊരു 1000 പേർ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഗോള് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു 500ലേക്ക് നമുക്ക് നേരെ പകുതിയിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പൊ ഒരു 1000 ആള് പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് അത് 500 ആളായിട്ട് കുറക്കാൻ പറ്റണം. അതാണ് പറയുന്നത്. പഠിച്ചു വെക്കേണ്ടത് ഇതാണ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. അതിന് ബേസ്ഡ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് ഇത്. ഇനി ആന്റി പോവർട്ടി പ്രോഗ്രാം ഇൻ ഇന്ത്യ. പഠിച്ചോളൂ. മുബിക്ക് കേറാനാണല്ലോ ആർക്ക്? മുബിക്ക് അത് സ്റ്റാഫ് അഡ്വൈസറോടൊന്ന് പറഞ്ഞു നോക്കുക.
ഞാൻ സ്റ്റാഫ് അഡ്വൈസറാണ് എന്തോ ചെയ്യേണ്ടത്, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. സാറിനോടൊന്ന് പറ, അനസ് സാറിനോട്. നെക്സ്റ്റ് പറയുന്നത് ആന്റി പോവർട്ടി പ്രോഗ്രാം ഇൻ ഇന്ത്യ. അതായത് ഈ ഒരു ഫസ്റ്റ് ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ എന്തൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് റൂറൽ ഏരിയയിൽ നേരത്തെ പറഞ്ഞ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അതായത് റൂറൽ ഏരിയയിൽ ദ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് NREJ, അതായത് റൂറൽ ഏരിയയിൽ എല്ലാവർക്കും തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ള ഒരു ആക്ടാണ് ഇന്ത്യ കൊണ്ടുവന്നത്. രണ്ടാമത്തെ ഇന്ദിര ആവാസ് യോജന, എല്ലാവർക്കും വീട് എന്നുള്ള. മൂന്നാമത്തെ ഗോൾഡൻ ജൂബിലി റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം, സ്വന്തമായി വ്യവസായം തുടങ്ങാൻ പോകുന്നവർക്കുള്ള സഹായങ്ങൾ. പിന്നെ അർബൻ ഏരിയയിൽ ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ. അടുത്തത് ഇന്റഗ്രേറ്റഡ് ഹൗസിംഗ് ആൻഡ് സ്ലം ഡെവലപ്മെന്റ്. മൂന്നാമത്തെ സ്വർണ ജയന്തി സംഹാർ യോജന, SGSRY. ഇത് 2-3 മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് യോജനകളും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ കൂടുതൽ ബുക്ക് റെഫർ ചെയ്തിട്ട് പഠിച്ചോളാം. അടുത്തത് ഇന്ത്യ ആൻഡ് മില്ലേനിയം ഡെവലപ്മെന്റ്. ഇന്ത്യ നേടിയിട്ടുള്ള മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദി ഓൾ ഇന്ത്യ പോവർട്ടി ഹാസ് എ കൗണ്ട് റേഷ്യോ, ഇങ്ങനെയും പറയാം, PHCR എസ്റ്റാബ്ലിഷ് വാസ് 47.800 in 1990. അതായത് 1990 ഇന്ത്യ പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 47.8% അത് 2015 ഇറാഡിക്കേറ്റ് പോവർട്ടി എന്ന് പറയുന്നത് 23.9 നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അതാണ് നെക്സ്റ്റിൽ പറയുന്നത്. ഇൻ ഓർഡർ ടു മീറ്റ് ദി ടാർഗറ്റ് ഓഫ് PHCR ലെവൽ ഹാസ് ടു 23.9% ബൈ 2015. അതായത് 1990 47.8 ഉള്ളത് നമുക്ക് 2015 ആകുമ്പോഴത്തേക്ക് 23.9 ആക്കി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റി. പിന്നെയുള്ളത് ഇൻ 2011 to 20 the PHCR at all India level is 21.9%, which shows that India has already achieved the target. അതായത് 2015 എത്തുന്നത് മുമ്പ് തന്നെ നമ്മൾ 21.9 എത്തി. ദാറ്റ് ഈസ് ഇന്ത്യ എന്ന് പറയുന്നത് ഓൾറെഡി അച്ചീവ് ദി ടാർഗറ്റ്. നെക്സ്റ്റ് ഗോൾ എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അച്ചീവ് ദി യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് എൻഷുവർ ദാറ്റ് ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ് കംപ്ലീറ്റ് എ ഫുൾ കോഴ്സ് ഓഫ് പ്രൈമറി സ്കൂൾ. അതായത് പ്രൈമറി ലെവലിൽ ഉള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് 1 മുതൽ 5 വരെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. അതായത് അവർക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം കൊടുക്കുക എന്നതാണ് ഈ സെക്കൻഡ് ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പോളിസി ഫ്രെയിംവർക്ക് ഫോർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ്, അതിന് എന്തെല്ലാം എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ചെയ്തെന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2010 ആർട്ടിക്കിൾ 21A റൈറ്റ് ഫോർ ഫ്രീ ഓൾ കമ്പൽസറി എഡ്യൂക്കേഷൻ, അതായത് എല്ലാവർക്കും ഫ്രീ ആയി പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വഴി അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന്. പിന്നെ സ്വർണ ശിങ്ക അഭ്യാസ്
സോറി, സർവശിക്ഷാ അഭിയാൻ. സർവശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, SSA. അതായത് അതിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ ഒരു പെൻസിലിന്റെ മേലെ രണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ചിത്രമുള്ളതാണ് SSA. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സർവശിക്ഷാ അഭിയാനാണ്. മൂന്നാമത്തെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സർവീസ് അണ്ടർ ദി ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. നെക്സ്റ്റ് മിഡ് ഡേ മീൽ സ്കീം, അതായത് കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് ഇന്ത്യ, അതായത് റേഷ്യോ ഓഫ് എൻറോൾമെന്റ് ഓഫ് എ ഗ്രേഡ് 5 to grade 1 ഫ്രം 78.08 in 2009 to 10 increase to 86.05 in 2011 to 12. അതായത് റേഷണൽ എൻറോൾമെന്റ് എന്ന് പറയുന്നത് 5 വരെ പഠിച്ച കുട്ടികളുടെ എണ്ണം, അതുപോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ എണ്ണം, അതിന്റെ റേഷ്യോ ആണ് 2009 മുതൽ 10 വരെ ആകുമ്പോൾ 78.08 ആയിരുന്നു. പിന്നെ അത് 2011-12 ആകുമ്പോഴത്തേക്ക് 86.05 ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ദ യൂത്ത് ലിറ്ററസി റേറ്റ് റീച്ചസ് 86.14 ഫ്രം 61.09% ഡ്യൂറിംഗ് ദി പീരീഡ് 1991 to 2011. അതായത് യൂത്ത് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 16-നും 24-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരുടെ ലിറ്ററസി നിരക്ക് നമുക്ക് 61.9% 86.14% ഉയർത്താൻ കഴിഞ്ഞു 2011 ആകുമ്പോഴത്തേക്ക്. ഇതൊരു വലിയ മാറ്റാണ് നമ്മുടെ രാജ്യത്തിന്റെ. അടുത്ത ഗോൾ എന്ന് പറയുന്നത് പ്രൊമോട്ട് ദ ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് എംപയർ വുമൺ, അതായത് സ്ത്രീ പുരുഷ സമത്വം കൊണ്ടുവരിക. എലിമിനേറ്റ് ദി gender disparity in primary and secondary education preferable by 2005 and at all levels by 2015. അതായത് പ്രൈമറി സെക്കൻഡറി ലെവലിലെ എഡ്യൂക്കേഷനിലെ ലിംഗ വിവേചനം ഒഴിവാക്കുക 2005 ആകുമ്പോഴത്തേക്ക്. അതായത് ഈ എഡ്യൂക്കേഷൻ്റെ അകത്തുള്ള ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം ഒഴിവാക്കുക. അതുപോലെ തന്നെ 2015 ആകുമ്പോഴത്തേക്ക് എല്ലാ മേഖലകളിലും ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം, അതായത് ജെൻഡർ ഈക്വാലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നടപ്പാക്കിയ ഒരു പദ്ധതിയാണിത്. പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് എംപവർ വുമൺ. അതിനുവേണ്ടി ഇന്ത്യ കുറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2-3 പ്രോഗ്രാമാണ് നടത്തുന്നത്. SSA മഹിളാ സമക്ഷ പ്രോഗ്രാം, സാക്ഷി ഭാരത് പ്രോഗ്രാം. നാലാമത്തെ എന്ന് പറഞ്ഞാല് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, അതായത് ശിശുമരണ നിരക്ക് കുറക്കുക. റെഡ്യൂസ് ദി 2/3 ദി മോർട്ടാലിറ്റി റേറ്റ് എമംഗ് ദി ചിൽഡ്രൻ അണ്ടർ 5. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 2/3 കുറക്കണം. അതാണ് അടുത്ത ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് റെഡ്യൂസ് ബൈ 3/4 ദി മെറ്റേണൽ മൊറാലിറ്റി റേഷ്യോ. മെറ്റേണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല് പ്രഗ്നന്റ് ലേഡീസിന്റെ ഹെൽത്ത് ആണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അതിന്റെ മെയിൻ റീസൺ ആദ്യകാലങ്ങളിൽ ഉണ്ടാകുന്ന ഡെലിവറി ടൈമില് അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് എന്നുള്ള ഒരു രീതിയിൽ മരണം സംഭവിക്കും. ആ ശിശു മരണ നിരക്കും അമ്മയുടെ മരണനിരക്കും കൂടുതലായിരുന്നു ആ സമയം. അത് റെഡ്യൂസ് ചെയ്യാം, 70% ആയിട്ട് കുറക്കണം. അങ്ങനെ
അച്ചീവ് കുറച്ചിട്ട് അച്ചീവ് ബൈ 2050 യൂണിവേഴ്സൽ ആക്സസ് ടു റീപ്രൊഡ്യൂസ് പ്രൊഡക്റ്റീവ് ഹെൽത്ത്. 2015 ആകുമ്പോഴത്തേക്കും ആ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നമ്മൾ നേടിയെടുക്കണം. അത് കുറെ പ്ലാനിങ് എല്ലാം ഉണ്ട്. ഫാമിലി പ്ലാനിങ്, പോപ്പുലേഷൻ കൂട്ടുന്നതിന് ഫാമിലി പ്ലാനിങ്, അതായത് ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ മതി അങ്ങനെയുള്ള പ്ലാനിങ്, അതെല്ലാം ഇതിനകത്ത് വരും. അതുപോലെ തന്നെ പിന്നെ പ്രഗ്നന്റ് ലേഡീസിന് പിന്നെ പ്രഗ്നൻസിക്ക് മുമ്പും ശേഷവും കുഞ്ഞിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ അംഗൻവാടിയിൽ നിന്നൊക്കെ ന്യൂട്രീഷൻ ഫുഡെല്ലാം സപ്ലൈ ചെയ്യുന്നില്ലേ, അതെല്ലാം ഈ ഒരു ഗോൾസിൻ്റെ അകത്ത് വരുന്നതാണ്. 6ാമത്തെ എന്ന് പറയുന്നത് കോമ്പാക്ട് HIV or AIDS, മലേറിയ ആൻഡ് അതർ ഡിസീസ്. കോമ്പാക്ട് മീൻസ് പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. അതായത് HIV മറ്റേ മലേറിയ അങ്ങനത്തെ ഡിസീസ് എല്ലാം റെഡ്യൂസ് ചെയ്യുക. അതായത് ഹോൾട്ട് ആൻഡ് ബിഗൈൻ ടു ദി റിവേഴ്സ് ദി സ്പ്രെഡ് ഓഫ് HIV or AIDS. HIV-ൻ്റെയും എയ്ഡ്സിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊടുക്കുക, അതിന്റെ സ്പ്രെഡ് കുറക്കുക, അത് ഉള്ള ആളെ ചികിത്സക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുക. പിന്നെ അച്ചീവ് ബൈ 2010 യൂണിവേഴ്സൽ ആക്സസ് ടു ട്രീറ്റ്മെന്റ് ഫോർ ദി HIV or AIDS for all these who need. അതായത് HIV ഉള്ള ആൾക്കെല്ലാം അതിന് ട്രീറ്റ്മെന്റിന് സൗകര്യം ഒരുക്കി കൊടുക്കുക. പിന്നെ ഹോൾട്ട് ആൻഡ് ബിഗൈൻ ടു റിവേഴ്സ് ദി ഇൻസിഡൻസ് ഓഫ് മലേറിയ ആൻഡ് അതർ മേജർ ഡിസീസസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ 6ാമത്തേത്. വ്യക്തി ശുചിത്വം, പരിസ്ഥിതി ശുചിത്വം, ഇതെല്ലാം നമ്മൾ നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് 6ാമത്തെ ഗോൾസ് പറയുന്നത്. നെക്സ്റ്റ് 7ാമത്തെ എന്ന് പറയുന്നത് എൻഷുവർ എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. നമ്മൾ ഇന്നലെയും മെഞ്ഞാന്നെല്ലാം ഒക്കെ പറഞ്ഞ എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ, ഇന്റഗ്രേറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ടു കൺട്രി പോളിസി ആൻഡ് പ്രോഗ്രാംസ്, റിവേഴ്സ് ലോസ് ഓഫ് എൻവറോൺമെന്റ് റിസോഴ്സ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന കൺസെപ്റ്റിൽ എത്തുന്നതിന് കണക്കായിട്ടുള്ള പ്രോഗ്രാമും പോളിസിയെല്ലാം നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള എൻവറോൺമെന്റൽ റിസോഴ്സ് ലോസ് എത്രയാണോ അത് അത്രയും തന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്താഗതിയെല്ലാം ഇതിനകത്ത് കൊണ്ടുവരേണ്ടത്. അതായത് ബാക്ക് ടു ദി നേച്ചർ. അതാണ് ഈ 2ാമത്തെ പോയിന്റ് പറയുന്നത്. റെഡ്യൂസ് ബൈ ഹാഫ് ദി പ്രൊപ്പോർഷൻസ് ഓഫ് എ പീപ്പിൾ വിത്തൗട്ട് സസ്റ്റൈനബിൾ ആക്സസ് ടു സേവ് എ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ബേസിക് സാനിറ്റൈസേഷൻ, അച്ചീവ് എ significant improvement in lives at a least $100 million by 2020. അതായത് ഇന്ത്യ തന്നെ ഒരുപാട് പേർക്ക് നല്ല കുടിവെള്ളം കിട്ടുന്നില്ല, അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി കിട്ടുന്നില്ല. അതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പം പ്രധാനമന്ത്രി ഒരുപാട് പ്ലാനൊക്കെ നമ്മളെ ഇടയിൽ നടപ്പാക്കിയിട്ടില്ല. ശൗചാലയം പദ്ധതി, അങ്ങനെയുള്ള കുറെ പ്ലാനൊക്കെ നടപ്പാക്കിയിട്ടില്ല. അതൊക്കെ ഈ ഒരു സസ്റ്റൈനബിലിറ്റിന്റെ കൺസെപ്റ്റിന്റെ അകത്ത് വരുന്നതാണ്. പിന്നെ ഡെവലപ്പ് എ ഫർദർ ആൻഡ് ഓപ്പൺ റൂറൽ ബേസ്ഡ് predicate non-discriminatory trading and financial system. Next one, address the special needs for least development countries. അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് address the special needs of landlocked developing countries and small island developing states through the programs of action for sustainable development of small island developing
state and outcoming 22nd special section of the General Assembly. ഇത്രയും കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്. ലാൻഡ് ലോക്ക് ഡെവലപ്മെന്റ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഓഷ്യനായിട്ട് ബന്ധപ്പെട്ട എല്ലാം കൺട്രീസ് ആണ് ലാൻഡ് ലോക്ക് കൺട്രീസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഐലൻഡിൽ താമസിക്കുന്നവര് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവരെ സ്പെഷ്യൽ നീഡ് എന്താണോ അത് നടപ്പാക്കി കൊടുക്കുക. അതാണ് ഈ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇത്രയും ഗോൾസ് ആണ്. അതായത് ഈ 8ാമത്തെ ഗോൾസിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഡെവലപ്മെന്റ് ആണ്. അതിന്റെ ഇത് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ഏറ്റവും ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ഈ 8 ഡെവലപ്മെന്റും അച്ചീവ് ചെയ്ത ഇതാണ്. പിന്നെ നെക്സ്റ്റ് ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നത് ഓൺ ട്രാക്ക് ആണ്. യെല്ലോ കളറിൽ കൊടുത്തത് സ്ലോ പ്രോഗ്രസ് ആണ്. അപ്പൊ നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് സ്ലോ പ്രോഗ്രസ് ആണ്. ആ ബ്ലൂ കളറിൽ കൊടുത്തതാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. അതിന് തൊട്ടിപ്പുറം കാണുന്ന ഒരു ഗ്രാഫില്ലേ, ആ ഒരു റെഡ് ലൈനിലാണ് നമ്മൾ എത്തേണ്ടത്. ആ ഗോളില് ട്രാക്കിലും നമ്മള് ആ ബ്ലൂവിന് നേരെ എത്തിയിട്ടില്ല. അതേ ആ ലെവലിൽ തന്നെയാണ് എത്തിയത്. അപ്പൊ നമുക്ക് ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ ആ ഗോള് കംപ്ലീറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ ഒരു ഗ്രാഫാണ് അവിടെ കൊടുത്തത്. പിന്നെ അതുപോലെ മില്ലേനിയം ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കാണിക്കുന്ന ഒരു ഗ്രാഫ് തന്നെയാണ് താഴെ കൊടുത്തത്. അതൊന്നും നോക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 8 മില്ലേനിയം ഗോൾസ് ആണ്. ഒന്നും കൂടി പറയാം. 8 മില്ലേനിയം ഗോൾസിന്റെ അകത്ത് ആദ്യം വരുന്നത് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, എല്ലാവർക്കും പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ പ്രൊമോട്ട് ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് എംപവർമെന്റ് ഓഫ് വുമൺ, അതായത് ഈക്വാലിറ്റി കൊടുക്കുക, സ്ത്രീ സമത്വം. പിന്നെ റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ശിശുമരണ നിരക്ക് കുറയ്ക്കുക. ഇംപ്രൂവ് ദി മെറ്റേണൽ ഹെൽത്ത്, പ്രഗ്നന്റ് ലേഡീസിന്റെ എല്ലാം ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. പിന്നെ കോമ്പാക്ട് HIV ആൻഡ് എയ്ഡ്സ്, മലേറിയ ഓഫ് അതർ ഡിസീസസ്. അതിൻ്റെ അകത്ത് HIV എയ്ഡ്സ് എല്ലാം നമ്മൾ റെഡ്യൂസ് ചെയ്യാം. പിന്നെ എൻഷുവർ ദി എൻവറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, നമ്മുടെ എൻവറോൺമെന്റൽ സസ്റ്റൈനബിൾ ആണ് എൻഷുർ ചെയ്യുക. പിന്നെ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്. ഹലോ മിസ്, കേൾക്കാമോ? മറുപടി പറയും മിസ്. പറയുന്നുണ്ട്, ചോദിച്ചോ, ഡൗട്ട് ഉണ്ടോ? മിസ് അല്ല, അങ്ങനല്ല. ഇത്